നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ വ്യക്തിയുടെ ഫ്യൂച്ചർ എന്താണ്, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ടിട്ട് നിങ്ങളുടെ വ്യക്തിയാണ് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ. നിങ്ങളുടെ വ്യക്തിയുടെ തെറ്റ് കൊണ്ടിട്ടാണ്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് ആണിത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളായിട്ട് റെസണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് വിട്ട് കളയുക. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് ലൈഫിലേക്ക് റെസണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇത് ജനറൽ റീഡിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പ്രശ്നം എന്താവട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ട്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളത്, നെഗറ്റീവ് എനർജി, ഇതിനെല്ലാം കൃത്യമായിട്ടും പരിഹാരവും ചെയ്തു തരുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. 9 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, ദ സ്റ്റാർ കാർഡ്, ക്യൂൻ ഓഫ് സോഡ്സ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് സോഡ്സ്, ദ ടവർ കാർഡ്. നമുക്ക് റീഡിംഗ് നോക്കാം. ഇവിടെ യൂണിവേഴ്സിന് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോയുടെ അവസാനം ഒരു ചെറിയ റിച്വൽ പറയുന്നുണ്ട്. റിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഫർമേഷൻ പോലുള്ളതാണ്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. റീഡിംഗ് നോക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എന്തോ ഒരു സൂചന കിട്ടിയതായിട്ടാണ്. അത് എന്ത് കാര്യത്തിലും ആകാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ ആ കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് അറിയില്ല. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാനുണ്ടായ റീസൺ ഒരു നെഗറ്റീവ് എനർജിയാണ്, അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ. ആ റീസണിനെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് അറിയില്ല. അതാരാണെന്നോ എന്താണെന്നോ എവിടെ നിന്ന് വന്നെന്നോ ഒന്നും അറിയില്ല എന്ന് വെച്ചോ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എന്തോ ഒരു സൂചന കിട്ടിയതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്താണ് നിങ്ങളുടെ വ്യക്തിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പ്രശ്നം എന്താണെന്നുള്ള ഒരു സൂചന നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രശ്നത്തിനുള്ള റീസൺ ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ലൈക്ക് ഒരു ബ്ലാക്ക് മാജിക് എന്ന് പറയാം, ആഭിചാരദോഷം, കൂടോത്ര ദോഷം, അങ്ങനെ എന്തും പറയാം. അതിപ്പോൾ നിങ്ങൾക്കറിയാം അത് എവിടുന്നാണ് വന്നത്, ഏതാണ് സോഴ്സ്, പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് അറിയത്തില്ല. നിങ്ങളുടെ വ്യക്തി എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് നിങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നാശം സൃഷ്ടിക്കാനുള്ള റീസൺ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്പ്ലിറ്റ് ആവാൻ വേണ്ടി മാത്രമല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫാമിലി ലൈഫിനെ ബാധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സമാധാനം, നിങ്ങളുടെ മാനസിക നിലയെ ബാധിച്ചിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയെയും അത്രയും കാര്യങ്ങൾ ബാധിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഏറ്റവും കൂടുതൽ ഈ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ചതായിട്ട് നിങ്ങളുടെ വ്യക്തിക്കാണ് ഇവിടെ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് അതായത് നിങ്ങളുടെ വ്യക്തിക്കാണ് ഒരുപാട് നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത്. ഈ ഒരു കാരണം, അതായത് ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ വ്യക്തിയെ ബാധിക്കാനുള്ള റീസൺ, മെയിൻ ഉദ്ദേശം, ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ മെയിൻ ഉദ്ദേശം നിങ്ങളെ തമ്മിൽ പിരിക്കുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പം ഈ ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കിക്കണം, നിങ്ങളെ തള്ളി പറയിക്കണം. ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ആ നെഗറ്റീവ് കാര്യങ്ങളുടെയൊക്കെ ഉറവിടം നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ തള്ളി പറയാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് സാമ്പത്തിക നഷ്ടം, ശാരീരിക അസ്വസ്ഥത, കരിയറിൽ, ഇതിനെല്ലാം പ്രശ്നം ഉണ്ടായത് നിങ്ങളുടെ വ്യക്തിക്കാണ്. പക്ഷേ ഇപ്പം ഇത്രയും നാളായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറ്റം പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതിനൊരു ചേഞ്ച് വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് എന്തോ ഒരു സൂചന യൂണിവേഴ്സായിട്ട് കൊടുത്തതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളുടെ വ്യക്തിക്ക് സ്വസ്ഥത പോയി, ഭയങ്കര പ്രശ്നമാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
മരണം മുന്നിൽ കാണുന്ന പ്രശ്നങ്ങൾ പോലും നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായതായിട്ടാണ് ഇവിടെ കാണുന്നത്. തല കറങ്ങുന്ന അവസ്ഥ, അസുഖം കൂടുന്ന അവസ്ഥ, സ്ട്രെസ്സ്, ഡിപ്രഷൻ ഇതെല്ലാം കൂടുന്ന അവസ്ഥ. ഇവരുടെ കൂടെ നിന്നിട്ട് ഇവരെ ആരോ ചതിച്ചതായിട്ടാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ ചതിച്ചത് ആരാണെന്ന് ഇവർക്ക് ഏകദേശം ഒരു ഊഹമുണ്ട്, പക്ഷെ അതങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു പ്രതീക്ഷയിലാണ്. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. അതായത് ആ വ്യക്തിയുടെ ലൈഫിലുണ്ടായ ആ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളും നഷ്ടങ്ങളും എല്ലാം സോൾവ് ആകും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. കൂടാതെ ഇവരുടെ ലൈഫിൽ ഇത്രയേറെ പ്രശ്നം ഉണ്ടാക്കിയതും ആരാണ് എന്നുള്ള കാര്യം യൂണിവേഴ്സ് അവരുടെ മുമ്പിൽ കാണിച്ചു തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് മാനസികമായിട്ട് ഒരു മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ചിന്തയിലൊരു മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളല്ല ഈ ഒരു പ്രശ്നത്തിൻ്റെ റീസൺ എന്നുള്ള ഒരു ഇത് അവർക്ക് വന്നിട്ടുണ്ട്. ഇത്രയും നാൾ അവർ 100% വിശ്വസിച്ചുകൊണ്ടിരുന്ന നിങ്ങളാണ് പ്രശ്നമെന്നല്ലേ, ഇപ്പം ആ ഒരു പ്രശ്നം നിങ്ങളല്ല എന്ന് അവർക്ക് ചെറുതായിട്ട് അവർ ഇങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാരുടെ അടുത്തുള്ള അപ്രോച്ച്, നേരത്തെയൊക്കെ നിങ്ങളുടെ അടുത്ത് ശത്രുതാ മനോഭാവവും മറ്റാൾക്കാരുടെ അടുത്ത് അവർ സ്നേഹമായിട്ടും കരുതലോടുകൂടിയും സോഫ്റ്റായിട്ടും ഒക്കെ ആയിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നേരത്തെ ആരുടെ അടുത്തൊക്കെയാണോ സോഫ്റ്റായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നത്, ഒരു മയത്തിൽ പെരുമാറിക്കൊണ്ടിരുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവരുടേതായിട്ടുള്ള നിലപാടുകൾ പറയുന്നുണ്ട്, അവരുടേതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തികളെ, അതായത് നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഇവരുടെ കൂടെ നിന്ന് ചതിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, ആ വ്യക്തികളുടെ അടുത്ത് ഇവർ പക്ഷേ തള്ളിപ്പറയാനൊന്നും ഇവർ നിന്നിട്ടില്ല. കാരണം അവർക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻ വേണം. പക്ഷെ അവർ 100% വിശ്വസിക്കുന്നുണ്ട് ആരാണ്, എന്താണ്, എവിടാണ് തെറ്റിയത്, എന്താണ് പ്രശ്നം, ഇതൊക്കെ യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ റിവീൽ ചെയ്യും എന്ന് അവർ വിശ്വസിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ക്ഷമ ആക്ച്വലി ഇല്ല, പക്ഷെ ക്ഷമിച്ചേ പറ്റൂ. അവർ നിർബന്ധിതരാവുകയാണ് ക്ഷമിക്കാൻ. അവർ ആക്ച്വലി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നതായിട്ടൊക്കെയാണ് ഇവിടെ കാണുന്നത്. അവരൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സക്സസ് ആഗ്രഹിക്കുന്നുണ്ട്, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തും ആവാം, അത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, അവരുടെ ഇത്രയും നാളും പോയിട്ടുള്ള അവരുടെ ലൈഫാകാം. ഇതൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ ലൈഫിലെ പ്രശ്നം, അതായത് സിറ്റുവേഷൻ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഒന്നുകൂടെ പറയട്ടെ, നിങ്ങളുടെ പ്രശ്നം അതെന്തും ആകട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ, റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള ബ്ലാക്ക് മാജിക് ആവട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവട്ടെ, ഇതിനെല്ലാം കൃത്യമായിട്ടും പരിഹാരം ചെയ്യുന്നതാണ്. പരിഹാരത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ പേരും നാളും ഉപയോഗിച്ചിട്ടാണ് പരിഹാരം ചെയ്തു തരുന്നത്. ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റും തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, കരിയർ, മണി അട്രാക്ഷൻ, ബ്ലാക്ക് എനർജി റിമൂവർ, ഇവയെല്ലാം നിങ്ങളുടെ പേരും നാളും ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടാണ് നൽകുന്നത്. ഇനി ഫ്യൂച്ചർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരിപ്പം പ്രസൻ്റ്ലി അവർ ഭയങ്കര പ്രതീക്ഷയോടെ നിൽക്കുന്നതായിട്ടാണല്ലോ കാണുന്നത്. പക്ഷെ ഇവരിപ്പോൾ പ്രസൻ്റ്ലി പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇവർക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ ലൈഫിലൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അവരാരുടെ അടുത്തൊക്കെയോ നീതി പുലർത്തിയിട്ടില്ല. അപ്പോൾ നീതി പുലർത്താത്തടത്തോളം, ഇവിടെ ഒബ്വിയസ്ലി ഇവിടെ പറയുന്നത് അത് നീതി പുലർത്താത്തത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് നീതി പുലർത്താത്തടത്തോളം നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നീതി കിട്ടിയില്ലല്ലോ, നിങ്ങളുടെ ഓരോ തുള്ളി കണ്ണീരിനും ഇവർ വില കൊടുക്കേണ്ട ഒരവസ്ഥയാണ് ഫ്യൂച്ചറിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് മനസ്സിലാവുന്നൊരു സിറ്റുവേഷനാണ്. അവരുടെ കൂടെ നിന്ന് അവരെ ചതിച്ചു, അവർ വിശ്വസിച്ചവർ അവരെ ചതിച്ചു. ഇനി മുമ്പോട്ട് എങ്ങനെ ജീവിക്കും, മുമ്പോട്ടിനി ആരെ വിശ്വസിക്കണം എന്ന് അവർക്ക് കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് അവരെ പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. ഒരുപക്ഷെ അവർക്ക് മാനസിക നില തന്നെ തെറ്റിയേക്കാം. അവരുടെ ലൈഫിൽ അടുപ്പിക്കത്തില്ല, ആരെയും വിശ്വസിക്കത്തില്ല, ആരുടെ അവർ ഒന്നും തുറന്ന് പറയത്തില്ല. എല്ലാവരെയും, സ്വന്തം വീട്ടുകാരെ, സ്വന്തം അച്ഛനമ്മമാരെ പോലും, സ്വന്തം സഹോദരങ്ങളെ, കൂടപ്പിറപ്പിനെ പോലും തള്ളിപ്പറയുന്ന, അവരെ പോലും വിശ്വസിക്കാതെ അവരുടെ അടുത്ത് പോലും ദേഷ്യം കാണിക്കുന്നൊരവസ്ഥ, അവരുടെ അടുത്ത് പോലും ശത്രുതാ മനോഭാവത്തിൽ നിൽക്കുന്നൊരവസ്ഥ. ഇവരുടെ കൂട്ടത്തിൽ ആരൊക്കെയാണോ നിന്നിട്ടുള്ളത്, നിങ്ങൾ തമ്മിൽ
പ്രശ്നം ഉണ്ടാവാൻ റീസൺ ആയിട്ടുള്ള നെഗറ്റീവ് എനർജി എന്ന് തന്നെ പറയാം. അതെന്തോ ആവട്ടെ, അതൊരു വ്യക്തിയാവട്ടെ, എന്തോ ആവട്ടെ, അതിനെ നെഗറ്റീവ് എനർജി എന്ന് തന്നെ പറയാം. ഇതൊരു ഡെവിൾ എനർജിയാണത്. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കിയത് അത് ആരാണോ അതൊരു ഡെവിൾ എനർജിയാണ്. എപ്പോഴും പറയുക, നിങ്ങളുടെ അതായത് നിങ്ങളിപ്പോൾ ഒരു തെറ്റും ചെയ്യാതാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഡെവിൾ എനർജി. എപ്പോഴും ഇവരെ പറ്റിയുള്ള ചിന്ത മനസ്സിൽ വരുമ്പോഴത്തേക്ക് ഡെവിൾ എനർജി, കട്ട് ഇങ്ങനെ പറയുക. അതായത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഡെവിൾ എനർജി കംപ്ലീറ്റ് പോകണം. നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത്രയും അലട്ടിയിട്ട് നിങ്ങൾക്ക് നീതി കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ, ആ ഒരു ടെൻഷൻ കൊണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് പോലും കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണുന്നതിലൂടെ ആശ്വാസമായിരിക്കും കിട്ടാൻ പോകുന്നത്. ആ ഒരു നെഗറ്റീവ് എനർജിയെ നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്ന അവസ്ഥയാണ് കാണുന്നത്. അവർക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്, ഫ്യൂച്ചർ എന്ന് പറയണ്ട, ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയും, ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ, മാസങ്ങളാവാം. അവർക്ക് വരാൻ പോകുന്നത് വൻ സാമ്പത്തിക നഷ്ടമാണ്. സാമ്പത്തിക നഷ്ടവും ശാരീരിക അസ്വസ്ഥതയാണ്. വലിയ ശാരീരികമായിട്ട് വലിയ അസുഖവും വരുന്നു, കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖവും വരുന്നു, സാമ്പത്തിക നഷ്ടവും വരുന്നു. ആ അസുഖത്തെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന പല രീതിയിലുള്ള സാമ്പത്തിക നഷ്ടവും വരുന്നു. അവരിപ്പോൾ ബിസിനസ് ഇട്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർക്കിപ്പോൾ ജോലിയുണ്ട്, ബിസിനസ് ഇട്ടവരാണെങ്കിൽ അവർക്ക് ജോബിൽ ബിസിനസ്സിൽ ഒരു വൻ നഷ്ടം കാണുന്നുണ്ട്. ആ നഷ്ടം എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, അതെല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുത്തേക്കുക. ഇപ്പോൾ ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ കാരണമില്ലാതെ ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വലിയ പ്രശ്നം ഉണ്ടാവുക, ആ ഒരു ജോലിയിൽ നിന്ന് അവരെ ടെർമിനേറ്റ് ചെയ്ത് കളയുക. അവർ വലിയ രീതിയിൽ ഒറ്റപ്പെടലിലേക്കാണ് അവർ പോകുന്നത്. പറഞ്ഞല്ലോ, അവർക്ക് അവരുടെ ജോലിയിൽ പ്രശ്നം, അവരുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത, അവർക്ക് ശാരീരികമായിട്ട് പ്രശ്നം, മാനസികമായിട്ട് പ്രശ്നം, അവരെ കൂടെ നിന്നവർ ചതിച്ച് എന്നുള്ള ഒരു തിരിച്ചറിവ്, ഇതൊക്കെ അവരെ ഒരു മാനസിക നില തെറ്റിയിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. അവരാരിൽ നിന്നാണോ പല കാര്യങ്ങളും പ്രതീക്ഷിച്ചത്, കൂടെ നിൽക്കും എന്ന് കരുതിയത്, അവരെല്ലാം ചീറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അവരുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല വ്യക്തിയെ അവർ നഷ്ടപ്പെടുത്തി എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വരാൻ പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഫ്യൂച്ചറിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഒരു എംപ്രസ് എനർജി ആയിരിക്കും. അതായത് നിങ്ങൾ അവരെ ഒരു അമ്മ കൊടുക്കുന്ന സ്നേഹം വെച്ചിട്ട് കെയർ ചെയ്തു, പൈസ നോക്കിയിട്ടില്ല, അവരുടെ സാമ്പത്തികം നോക്കിയിട്ടില്ല, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മുമ്പിൽ ചെയ്തു കൊടുത്തു. അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ മറന്നുപോയി. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ ഒരു വാല്യൂയും കൊടുത്തില്ല. ആക്ച്വലി നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ടൈം കളഞ്ഞത്, നിങ്ങളുടെ ലൈഫ് കളഞ്ഞത്. സാമ്പത്തികം പോലും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു തിരിച്ചറിവാണ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്നത്. ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ വ്യക്തി അവിടെ നശിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനുമുള്ള ഒരു ആൻസർ യൂണിവേഴ്സ് തരാൻ പോവുകയാണ്. ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു വിധി യൂണിവേഴ്സ് ഓൾറെഡി എഴുതി കഴിഞ്ഞു. ആ എഴുതി വെച്ചിരിക്കുന്ന വിധിയാണ് ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെടൽ, ആരുമില്ലാതെ ഒറ്റപ്പെടുക. അതായത് എല്ലാവരും ഇവരെ തള്ളിപ്പറയുന്ന അവസ്ഥയല്ല, ഇവർ തന്നെ എല്ലാവരെയും തള്ളിപ്പറയും. ഇവർക്ക് ആരെയും വേണ്ട, ഭയം, വലിയ അസുഖം വരിക, ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പോലും അവർക്ക് ഒരുപക്ഷെ അതിനകത്തു നിന്ന് ഒരു മോചനം കിട്ടില്ല. കാരണം നിങ്ങളടുത്ത് ചെയ്തിരിക്കുന്ന ചതിവ് വല്ലാത്ത രീതിയിലുള്ളൊരു ചതിവായിട്ടാട്ടോ കാണുന്നത്. നിങ്ങളുടെ ജീവിതം ആ വ്യക്തി നശിപ്പിച്ചു. അതായത് നിങ്ങളുടെ ജീവിതം നശിച്ചല്ലോ അല്ലെങ്കിൽ നശിപ്പിച്ചു എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചു. ശരിക്കും യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ ജീവിതം ഇതുപോലുള്ളൊരു വ്യക്തിക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതൊന്നും ആയിരുന്നില്ല. ഒരു നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജി വരുവാണെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവണം. അതായത് ഇപ്പോൾ ഒരു നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ അവരുടെ മാനസിക നില, അവർക്ക് മെൻ്റലി അവർ കേപ്പബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി അവരെ അറ്റാക്ക് ചെയ്യില്ല. ഒരു നെഗറ്റീവ് എനർജിക്കും അവരെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ മാനസിക നില, അതായത് മെൻ്റലി അവർ അത്ര ഉറച്ചതായിരുന്നില്ല.
ആര് വന്ന് ഒന്ന് കുലുക്കി കഴിഞ്ഞു കഴിഞ്ഞാലും മാറുന്ന ചിന്താഗതിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് എനർജിക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ സിനിമയിലും ഒക്കെ കണ്ടിട്ടില്ലേ, ഇംഗ്ലീഷ് മൂവീസിൽ, ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി വന്ന് എക്സോർസിസം നടക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും അവരെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ എക്സോർസിസം ചെയ്യുന്ന ആ ഒരു പ്രീസ്റ്റ് ഇവരുടെ ആ ഉള്ളിലുള്ള അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ അതിനകത്ത് കാണുമ്പോഴത്തേക്ക് അവർ തന്നെ വരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ സിനിമയിൽ? അതുപോലെ തന്നെ ഇവിടെ ഈ നെഗറ്റീവ് എനർജിയാണ് കംപ്ലീറ്റ്ലി സ്വാധീനിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളുടെ അടുത്ത് അത്രമേൽ സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നെങ്കിൽ, ഈ നെഗറ്റീവ് എനർജി സ്വാധീനിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും ഇവർ മാറ്റി ചിന്തിച്ചേനെ. നിങ്ങൾ അവർക്ക് സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ സ്നേഹവും കരുതലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് എന്ന് പോലും അതവർ തിരിച്ചറിഞ്ഞില്ല. എന്തായാലും ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം കിട്ടാൻ പോകുന്നതായി ഓൾറെഡി അവരുടെ ആ ഒരു വിധി യൂണിവേഴ്സ് എഴുതി വെച്ചു. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കാൻ പോകുന്നു, നടപ്പിലാക്കുവാണ്. അതിന് മുന്നോടിയായിട്ട് അവർക്ക് ഇച്ചിരി പ്രതീക്ഷ കൊടുക്കുന്നു. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ആ വ്യക്തിയുടെ ലൈഫ് ഇങ്ങനെ നോക്കിക്കാണുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എന്തൊക്കെയോ ഉണ്ട്, സന്തോഷം, സമാധാനം, ജോബ്, സാമ്പത്തികത്തിന് കുഴപ്പമില്ല, ശാരീരിക അസ്വസ്ഥത, ഒരു കുഴപ്പമില്ല. ഇവിടെ അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. ഒരു റിച്വൽ പറയാമെന്ന് പറഞ്ഞില്ലേ, ആ റിച്വൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വെള്ള കളറിലെ പേപ്പർ എടുക്കുക, ബ്ലൂ കളറിലെ പെന്നും എടുക്കുക. നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ, ഇപ്പോൾ നിങ്ങൾ ഫോൺ നോക്കുന്നവരാണ്, സിനിമ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഇതിനു വേണ്ടി അത് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞില്ല, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു വെള്ള കളറിലെ പേപ്പർ, ഒരു ബുക്ക് തന്നെ വേണമെങ്കിൽ എടുത്തോ. എന്നിട്ട് ആ പേന എടുത്തിട്ട് എഴുതുക. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾ എഴുതിക്കോ. അങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. എഴുതിയതിന് ശേഷം ഇത് 3ആയിട്ട് മടക്കുക. നിങ്ങളുടെ അടുത്തോട്ട് ഫോൾഡ് ചെയ്യണം കേട്ടോ, ബാക്കിലോട്ട് ഫോൾഡ് ചെയ്യരുത്, നിങ്ങളുടെ അടുത്തോട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം പില്ലോയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക. നിങ്ങൾ ഈ എഴുതിയ കാര്യങ്ങളെല്ലാം മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ടും ബ്രേസ്ലെറ്റിൻ്റെ ആവശ്യത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.